ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക ലഭ്യതയുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും വിജിലൻസിനെ വലയ്ക്കുന്നു. ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടലിലൂടെ ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളും നിലവിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് നിഷേധിക്കപ്പെട്ടു. പദവി ഒഴിയാനുള്ള ജേക്കബ് തോമസിന്റെ തീരുമാനത്തിന് പിന്നിലും ഇക്കാരണങ്ങൾ തന്നെയാണെന്നാണ് സൂചന. UDF സർക്കാർ കൂട്ടിലടച്ച തത്തയെ തങ്ങൾ സ്വതന്ത്രമാക്കിയെന്ന് മുഖ്യമന്ത്രിയും സർക്കാരും ആവർത്തിക്കുമ്പോഴും തത്തയെ പറക്കാൻ അനുവദിക്കുന്നില്ലെന്നതിനുള്ള തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. വിജിലൻസ് ഡയറക്ടറായി ജേക്കബ് തോമസ് ചുമതലയേറ്റ ശേഷം വിജിലൻസ് കേസുകളിൽ 7 ഇരട്ടി വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. പരാതിക്കാർക്ക് വിജിലൻസിലുള്ള വിശ്വാസ്യത വർദ്ധിച്ചപ്പോഴും പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെയും സാമ്പത്തിക ലഭ്യതയുടെയും കുറവ് വിജിലൻസിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നുവെന്നാണ് സൂചന. ADGP, DIG, നിയമോപദേശകർ, DYSPമാർ ഉൾപ്പെടെയുള്ളവരുടെ കുറവും അന്വേഷണത്തെയും കേസ് നടത്തിപ്പിനെയും പിന്നോട്ടടിക്കുന്നുണ്ട്. വിജിലൻസ് അന്വേഷണം നേരിടുന്ന ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നിലവിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളവ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വിജിലൻസ് ഉദ്യോഗസ്ഥർക്കായി സംഘടിപ്പിച്ച ട്രെയിനിംഗ് പ്രോഗ്രാമിനായി 40,000 രൂപ അനുവദിക്കാനാകില്ലെന്ന് ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ പരിമിതമായ സംവിധാനത്തിന്റെ നടുവിലാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യം കൂടി ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അപ്പോൾ പിന്നെ ആരാണ് ഈ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ വരിക? അപ്പോൾ ചുരുക്കത്തിൽ ഇതിന് യാതൊരു സംവിധാനവും കൊടുക്കാതെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റുക എന്ന ചില ഉദ്യോഗസ്ഥന്മാരുടെ ഗൂഢമായ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അനുമാനിക്കേണ്ടി വരും. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വിജിലൻസിനെ കടിഞ്ഞാണിടാൻ നടത്തുന്ന പദ്ധതികൾ തടയാൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും തയ്യാറാകുന്നില്ല. ജേക്കബ് തോമസ് ചുമതലയേറ്റ ശേഷം വിജിലൻസിൽ 27 പുതിയ പദ്ധതികൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല. പദവി ഒഴിയാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയെ സമീപിച്ചതിന് പിന്നിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇത്തരം ഇടപെടലുകളാണെന്നാണ് ആക്ഷേപം. റിപ്പോർട്ടർ, കൊച്ചി.